എല്ലാവർക്കും അഭിശ്രീ ഹോംവെയറിലേക്ക് സ്വാഗതം. ഞങ്ങൾ അമ്മയും മോനും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പച്ചമുളക് തഴച്ച് വളരാനും ഇത്തിരി പൂവുണ്ടാകാനും കായ ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നമുക്കതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പിടി ചാരവും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയുമാണ്. അപ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലയുടെ അടിവശത്തും മുകളിലുമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് പരീക്ഷിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇലയുടെ അടിവശത്തും മുകളിലുമായിട്ടൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ മഞ്ഞിപ്പ് മാറാനും നല്ലതാണ്. ഇനി അതിൻ്റെ ചുവട്ടിൽ നമുക്ക് ട്രൈക്കഡർമ കയ്യിലില്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഇച്ചിരി ഉള്ളിയുടെ വേസ്റ്റും വെളുത്തുള്ളി വേസ്റ്റും ഉള്ളി വേസ്റ്റും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മണ്ണ് ഇച്ചിരി മാറ്റി വെച്ച് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇത് ഞാൻ വിത്ത് പാകി കളിപ്പിച്ചതല്ല, വേസ്റ്റ് ഇട്ടപ്പം തന്നെ കിളുത്തതാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് അതിൽ 3 തൈ ഉള്ളത്. ഇപ്പം അതിൽ നിന്ന് മാറ്റി നട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. ഇത് ഞാൻ 1-2 വട്ടം വെള്ളം എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇച്ചിരി മഞ്ഞപ്പൊടി അതിൻ്റെ ചൂട്ടിലിട്ട് കൊടുക്കാം. വേരിന് കീടശല്യം ഉണ്ടോ ഇല്ലാതാകാനായിട്ട്. ഇങ്ങനെ മതി. ഇതിൻ്റെയും കൂടെ ചുവട്ടിലിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ചാരം കലക്കി വെച്ച ആ വെള്ളം തന്നെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സ്പ്രേ ചെയ്ത വെള്ളം തന്നെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ചാരം വിടാത്തത് കൊണ്ട് അത് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇതിൻ്റെയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. നേരത്തെ ഇതിൻ്റെ ചുവട്ടിൽ എത്ത് പൊട്ടിക്കിളുത്തില്ലായിരുന്നു. നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ ഇട്ട് കൊടുത്തതായിരുന്നു. മഞ്ഞപ്പൊടിയും ഉള്ളിയുടെ വേസ്റ്റും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തതായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് ഇത് എത്ത് പൊട്ടിക്കിളുക്കുന്നത്. അപ്പം ഇതുപോലെ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. താങ്ക് യു.